ഹലോ ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയ ഒരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്നും നമ്മുടെ അടുക്കളയിലെ കുഞ്ഞു കുക്കിങ്ങും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീഡിയോ എടുത്തെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് മത്തൻ്റെ എല്ലാം ഉപ്പേരി വെക്കണത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോഴേക്കും ഇത്തിരി പോലും അതിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് വെച്ചു. അതാണ് കേട്ടോ ഇപ്പോൾ ഇത് ലാസ്റ്റിലേക്ക് മത്തൻ്റെ ഇലയുടെയൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഇത്. അപ്പോൾ ഇപ്പോൾ ഒരുവിധം ദിവസങ്ങളിലൊക്കെ ഇവിടെ ഇലക്കറികൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഒന്നുകിൽ പരിപ്പിൻ്റെ കൂടെ ഇട്ട് വയ്ക്കും, അല്ലെങ്കിൽ പിന്നെ അതുപോലെ ഉപ്പേരിയൊക്കെ ആയിട്ട് മിക്ക ദിവസവും ഇലക്കറികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അന്ന് എന്തായാലും മത്തൻ്റെ ഇലയാണ് കേട്ടോ വെച്ചത്. ഇത് ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും കുറച്ച് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശനിയാഴ്ചത്തെയാണ്. അപ്പോൾ ഇത് നമ്മുടെ പാനൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചതിട്ട് കൊടുത്ത് അതൊക്കെ മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മത്തനയില കഴുകി അരിഞ്ഞ് വെച്ചിട്ടുള്ള മത്തനയില അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് നല്ല ചള്ള ഇല എടുക്കണതായിട്ട് ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മൂത്ത ഇലയാകുമ്പോൾ അത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്ത് സംഭവങ്ങളാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു ഇതിൽ ചെയ്യുമ്പോൾ അതിന് ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. നമ്മൾ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഇലക്കറികളാണെങ്കിലും അരിഞ്ഞ് വെക്കേണ്ടതൊക്കെ നല്ലപോലെ കുഞ്ഞിതാക്കിയിട്ട് അരിഞ്ഞ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ചീരയാണെങ്കിലും അതെ, ചിലരൊക്കെ നല്ല വലുതാക്കിയിട്ട് അരിഞ്ഞിട്ടൊക്കെ ഉപ്പേരി വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കാട്ടിയൊക്കെ നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് വെള്ളമൊന്നുമില്ലാതെ അങ്ങനെ ഡ്രൈ ആക്കിയിട്ടൊക്കെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ മക്കൾക്കാണെങ്കിൽ നാളികേരം ചിരകിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീരെ കഴിക്കില്ല കേട്ടോ. ചീരയിലും മുരിങ്ങയുടെ ഇലയിലൊക്കെ അവർക്ക് ഇത്തിരി മുട്ട ഇട്ടിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതിൽ മത്തൻ്റെ ഇലയിൽ പിന്നെ നമ്മൾ നാളികേരവും അങ്ങനെ ഒന്നും ചേർക്കില്ലല്ലോ. അപ്പോൾ ഇത് അവർ കഴിക്കുകയില്ല കേട്ടോ. മത്തൻ്റെ ഇല ഒന്നും രണ്ടുപേരും കഴിക്കില്ല. ഞങ്ങൾ തന്നെയാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ അങ്ങനെ അന്നത്തെ ശനിയാഴ്ചത്തെ നമ്മുടെ കുക്കിങ്ങും പരിപാടികളൊക്കെ അത് അവിടെ കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം ഞാനൊരു മോര് കാച്ചിയിട്ടുണ്ടായിരുന്നു. അത് പറയാനായിട്ട് വിട്ടുപോയി. മോര് കാച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഒരു റെസിപ്പിയാണ്. ജാറിലേക്ക് ഇത്തിരി നാളികേരവും ഒരു ടീസ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും നല്ല ജീരകവും പിന്നെ കുരുമുളകോ പച്ചമുളകോ ഒക്കെ നമ്മുടെ ആവശ്യത്തിന് ഉള്ളതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി കുരുമുളകും പിന്നെ ഇത്തിരി ഒരു 1-2 പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നുള്ള് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ജാറിലിട്ട് നല്ലതുപോലെ അരച്ചതിന് ശേഷം തൈര് അതിലേക്ക് ഒഴിച്ച് കൊടുക്കും കേട്ടോ. കുറച്ച് തൈര് ഒഴിച്ചിട്ട് ആദ്യം അരച്ചെടുക്കുക. പിന്നെ വേണമെങ്കിൽ പിന്നെയും ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടില്ല തൈര് കൂടിയിട്ടുണ്ടെങ്കിൽ. ഞാൻ അതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. എന്നിട്ട് അത് നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇത്തിരി കടുകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വറ്റൽമുളകൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ജാറിൽ അരച്ച് വെച്ചിട്ടുള്ള തൈര് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് പിന്നെ അത് ആ ജാറിലേക്ക് കുറച്ചും കൂടി തൈര് ഒഴിച്ചിട്ട് ഇത്തിരി ഗ്രേവി കിട്ടാനായിട്ട് ഇത്തിരി കൂടി തൈര് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കറക്കിയതിന് ശേഷം പിന്നെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ പിന്നെ അത് നന്നായി തള വരരുത്. സൈഡിൽ നിന്നൊക്കെ ചെറുങ്ങനെ തള വരുന്ന സമയത്ത് ഓഫ് ചെയ്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള സിമ്പിളായിട്ട് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോര് കാച്ചിയതാണ് കേട്ടോ അത്. അപ്പോൾ അതേപോലെ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇത് ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എണീക്കാനൊക്കെ നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ ഓട്സ് ഇരിക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ എന്തായാലും ഓട്സ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വിശപ്പും ഒന്ന് നിൽക്കാനായിട്ട് ഞാൻ കുറച്ച് നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ എന്താ പറയുക, ആപ്പിളാ അങ്ങനെ സ്ട്രോബെറി ആപ്പിൾ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ, നട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. മക്കളൊക്കെ ആകുമ്പോൾ അങ്ങനെയും കഴിച്ചോളും. ഇവിടെ കിച്ചുമോൻ ഇത് പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ കിച്ചുമോനും ചാച്ചിക്കുട്ടിയും എണീച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ എണീക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവർക്കുള്ളത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇത് മധുരം ഇടാതെ ഏട്ടനും അമ്മയ്ക്കും പിന്നെ അപ്പുറത്ത് എനിക്കും അച്ചുമോനും
കിച്ചുമോൾക്കും മധുരം ഇട്ടതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നേന്ത്രപ്പഴമൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് പിന്നെ ഓട്സ് ഇട്ട് കൊടുത്തു. കുറച്ച് പാലും കുറച്ച് വെള്ളവും ഒക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതേ നല്ലതുപോലെ കുറുകി വന്ന സമയത്ത് ഇത് ഇത്തിരി കൂടി തണുക്കുമ്പോഴേക്കും ഒന്നും കൂടി കട്ടിയാവും കേട്ടോ. അപ്പോൾ അതായപ്പോൾ അങ്ങോട്ട് ഇറക്കി വെച്ചു. പിന്നെ അതേ നമ്മുടെ ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് പാലൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇത് ഓട്സ് ആയതുകൊണ്ട് തന്നെ മക്കൾക്കൊന്നും ചായയുടെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ ചോദിക്കുകയും ചെയ്യും, ചിലപ്പോൾ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് 2-3 ഗ്ലാസ് ചായയും വെച്ചു. പിന്നെ അതേ നമ്മുടെ അപ്പുറത്തെ അടുപ്പിൽ ഓട്സും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മക്കളൊക്കെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മക്കളൊക്കെ എണീച്ച് വന്നപ്പോൾ പിന്നെ കിച്ചുമോനും ചാച്ചിക്കുട്ടിക്ക് ഉള്ളത് വെറുതെ ഒന്നും ഇടാതെ ഓട്സും പാലും കൂടിയിട്ട് അങ്ങനെ കുറുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചാച്ചിക്കുട്ടിക്ക് നേന്ത്രപ്പഴം ഇട്ടത് കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾ അതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ലാസ്റ്റ് അതിലേക്ക് കുറച്ച് തേനും കുറച്ച് ബദാമും ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. ബദാം കത്തി കൊണ്ട് കുഞ്ഞു ഇതാക്കിയിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് കൊടുത്തു. കുറച്ച് പിന്നെ തേനും കൂടിയും ചേർത്ത് കൊടുത്തു. അങ്ങനെ ഇതേട്ടനുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കി കൊടുത്തു. കുറച്ച് തന്നെ കേട്ടോ തേൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഏട്ടനും കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും ഇത് നമ്മുടെ ചായയൊക്കെ തിളയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇത് ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് മധുരം ഇടാതെ ആ അമ്മയ്ക്കുള്ള ഒരു ഗ്ലാസ് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി 2 ഗ്ലാസ്സിൽ കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ട് അതങ്ങനെ അടച്ചു വെച്ചു. അപ്പോഴേക്കും മക്കൾ ഞാൻ വിചാരിച്ചു ചായ വേണ്ടി വരില്ല എന്ന്. അപ്പോൾ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല ചൂടല്ലേ. അപ്പോൾ ഞാൻ അതൊന്ന് ആറ്റിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മുടെ പതിവ് പണികളിലേക്കൊക്കെ അങ്ങോട്ട് കടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്ലീനിങ് തന്നെയായിരുന്നു കേട്ടോ. അടിച്ചു വാരലും തുടയ്ക്കലും മുറ്റം അടിക്കലും അങ്ങനെയൊക്കെ അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ തലേദിവസം ഏട്ടൻ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതപ്പം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇത്തിരി ലെമൺ ജ്യൂസൊക്കെ ആഡ് ചെയ്തിട്ട് അതങ്ങനെ നല്ലതുപോലെ പുരട്ടിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചുമോ ചിക്കൻ കണ്ടപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ദം ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഏട്ടൻ അരിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തലേദിവസം. എന്നാൽ പിന്നെ ബിരിയാണി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതേ നമ്മുടെ ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിലേക്കുള്ള സവോളയും പിന്നെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അടുപ്പത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ അടുപ്പത്താണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ തലേദിവസം ഇത്തിരി ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ എങ്ങനെയൊക്കെ കുക്കറിലാണെങ്കിലും ഗ്യാസിലൊക്കെ വെച്ചാലും ഇല്ലാത്ത ആ ഒരു ടേസ്റ്റൊക്കെ എന്തായാലും നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ആയി കഴിക്കുമ്പോഴേക്കും ഇങ്ങനെ ചിക്കനൊക്കെ ഇങ്ങനെ വിട്ട് പോരുമായിരുന്നു കേട്ടോ. നല്ലതുപോലെ വെന്തിട്ടുണ്ടായിരുന്നു. നല്ല പഞ്ഞി പോലെ നല്ല സൂപ്പർ ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ ഞാൻ സവോളയൊക്കെ ഇട്ട് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തു. അതൊക്കെ എപ്പോഴും നമ്മൾ കാണിക്കുന്നതൊക്കെ തന്നെയല്ല. അതാ പിന്നെ അതൊന്നും വല്ലാണ്ട് കാണിച്ചില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ഞാൻ നമ്മുടെ സവോള വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല നിറം മാറുന്ന പോലെ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ പിന്നെ തക്കാളിയും സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇത്തിരി പെരിഞ്ജീരകമൊക്കെ ഞാൻ കഴുകി ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ആദ്യമൊക്കെ നമ്മുടെ കുത്തുമുളകാണെങ്കിലും പെരിഞ്ജീരകമൊക്കെ ഞാൻ കഴുകി ഉണക്കിയിട്ട് പൊടിച്ച് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ മടി കയറിയിട്ട് ഇപ്പോൾ അതൊന്നും ചെയ്യാറില്ല. അപ്പോൾ എന്തായാലും കുറച്ച് പെരിഞ്ജീരകം ഇരുന്നിരുന്നു കേട്ടോ. അപ്പം ഞാനത് നല്ലതുപോലെ കഴുകി ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മീൻ കറിയിലാണെങ്കിലും നമ്മുടെ ഇറച്ചിക്കറി മസാല കറിയിലൊക്കെ നമ്മുടെ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചിക്കൻ കറിയിൽ അതേട്ടാ ഞാൻ ചിക്കൻ നല്ല പുരട്ടിയതാണ് അല്ലേ. അപ്പോൾ നല്ലതുപോലെ സവോളയൊക്കെ വഴറ്റിയെടുക്കുകയും പിന്നെ നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നല്ലതുപോലെ കരിയാതെ നല്ലോണം കളറൊന്നും നല്ല ഡാർക്ക് ആവില്ല അതുവരെ ഞാൻ നല്ലതുപോലെ അതിൽ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ ആയ സമയത്ത് നല്ല ഒരു കളറും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ വെള്ളച്ചിങ്ങനെ കിടക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ല അല്ലേ. ടേസ്റ്റ് ഇല്ല എന്നല്ല, അതിനെക്കാട്ടി ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്തിരി പോലും വെള്ളമൊന്നുമില്ല നല്ലതുപോലെ വരട്ടി കൊണ്ട് എടുത്തു.
അപ്പോൾ കിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ ദം ബിരിയാണി വേണമെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ ദം ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന്ന് കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ രാത്രി ആകുമ്പോൾ ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിലേക്ക് നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഇത്തിരി ഗ്രേവി ആക്കിയിട്ട് എടുക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് ഈ ഒരു മസാലയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആവുമല്ലോ. അപ്പോൾ എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ കുറച്ച് അതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മല്ലിയിലൊക്കെ അരിഞ്ഞിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ഉണ്ടാക്കണ ചിക്കൻ പോലെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തത്. ഇത്തിരി കൂടെ തീയൊക്കെ കുറച്ചിട്ട് നല്ലതുപോലെ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കാണാനും നല്ല ടേസ്റ്റ് ഇല്ല, അതേപോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും. നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് ഉപ്പും മുളകും ഒക്കെ നല്ലതുപോലെ പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആ ഒരു ചിക്കനിലേക്ക് ഞാൻ കുറച്ച് ഡാൽഡ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അപ്പോഴേക്കും കെറ്റിലിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോഴേക്കും അരിയൊക്കെ കഴുകി കുറച്ച് നേരം കുതിർത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 4 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കും 5 പേർക്കും ഇഷ്ടത്തിന് കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നു. പിന്നെയും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെന്താണ്, അപ്പോൾ നമ്മുടെ അരിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ ഉപ്പൊക്കെ ഒരു ചിക്കനിൽ ഉള്ളതാണല്ലോ. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കാനായിട്ട് പിന്നെ മറന്നുപോയി, വെള്ളം ചേർത്തുല്ലോ. അപ്പോൾ ഈ സമയത്താണ് കേട്ടോ അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കിയപ്പോഴേക്കും ഒരു ലേശം ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഗരം മസാലയാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മേലെ കേട്ടോ കുറച്ച് ഡാൽഡ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ദം ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അരി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് പരത്തി ആ അരിയുടെ മീതെ വെള്ളം നിൽക്കണം. എന്നിട്ട് ചെറിയ തീയിൽ അവിടെ കിടന്നിട്ട് അങ്ങനെ വെന്തോളും. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത്തിരി നേരം അടച്ചു വെച്ചു. ചെറിയ തീയിൽ അതങ്ങനെ ഇരുന്നിട്ട് ആവട്ടെ. പിന്നെ ഞാൻ നമ്മുടെ പാത്രങ്ങളൊക്കെ അപ്പോഴേക്കും ആകെ പരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ, കഴുകാനുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ കഴുകി നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി വരുമ്പോഴേക്കും നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ വേവേറ് ഒന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. നമ്മുടെ ചിക്കനും പിന്നെ ചോറും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. അതിന് ശേഷം അതേപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതങ്ങനെ അടച്ചു വെച്ചു. അതൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഒരു പെഡിക്യൂർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പെഡിക്യൂർ എന്നൊന്നും പറയാൻ പറ്റില്ല, കാലൊക്കെ കാറ്റല്ലേ, അപ്പോൾ ആകെ വിണ്ട് പൊട്ടിയിട്ടും കാലാകെ ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ലെമൺ ഇരുന്നിരുന്നു കേട്ടോ, ഒരു നാശമായതാണ്. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, ഇത്തിരി മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് അതിൽ ഈ ഒരു ലെമണും ഇങ്ങനെ മുക്കിയതിന് ശേഷം കാലിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു. ഇത്തിരി നേരം ഒരു 10-15 മിനിറ്റ് അതങ്ങനെ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് സോപ്പിട്ടിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു. നല്ല ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.